നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമോ സ്ഥാനാർത്ഥി നിർണയമോ പൂർത്തിയാകും മുൻപേ TN പ്രതാപനായി ചുവരെഴുത്തുമായി പ്രവർത്തകർ. എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകരയിലും ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ ഓഫീസിന്റെ മതിലിലുമാണ് ചുവരെഴുത്ത് പ്രത്യക്ഷമായിരിക്കുന്നത്. സർ CPയേക്കാൾ ക്രൂരനായ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. അന്തരിച്ച കോൺഗ്രസ് നേതാവ് V ബൽറാമിന്റെ 4ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഗുരുവായൂരിൽ VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബെത്ക്ലേവ് സമാപിച്ചു. അറിവുകൾ പൊതുനന്മയ്ക്കും നാടിന്റെ വികസനത്തിനുമായി ഉപയോഗപ്പെടുത്തണമെന്ന് മീഡിയ വൺ എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രമോദ് രാമൻ. ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യമുയർത്തി DYFI നേതൃത്വത്തിൽ ശനിയാഴ്ച സംസ്ഥാനത്ത് മനുഷ്യച്ചങ്ങല തീർക്കും. 70 കിലോമീറ്റർ ദൂരത്തിലാണ് തൃശൂർ ജില്ലയിൽ ചങ്ങല തീർക്കുക. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമോ സ്ഥാനാർത്ഥി നിർണയമോ പൂർത്തിയാകും മുൻപേ TN പ്രതാപനായി ചുവരെഴുത്തുമായി പ്രവർത്തകർ. എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകരയിലും ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ ഓഫീസിന്റെ മതിലിലുമാണ് ചുവരെഴുത്ത് പ്രത്യക്ഷമായിരിക്കുന്നത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ ഇമ്മടെ പ്രതാപനെ വിജയിപ്പിക്കുക എന്നതാണ് ചുവരെഴുത്തിലുള്ളത്. പ്രതാപന്റെയും നേതാക്കളുടെയും നിർദ്ദേശങ്ങൾ മറികടന്നാണ് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചുവരെഴുത്ത് പ്രതാപൻ തന്നെ നേരിട്ടിടപെട്ട് മായ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപായി ചുവരെഴുത്ത് പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കർശന നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് പ്രവർത്തകർ ചുവരെഴുത്ത് നിർബാധം തുടരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് തൃശൂരിൽ നിന്നും മോദി തുടക്കം കുറിച്ചതോടെ തൃശൂർ ലോക്സഭാ മണ്ഡലം ദേശീയ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയാകുന്നതോടെ മണ്ഡലത്തിലെ മത്സരം തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടെയാണ് പ്രവർത്തകർ പ്രതാപനായുള്ള ചുവരെഴുത്തുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. നേതാക്കളുടെ വിലക്കുകളോ കണ്ണുരട്ടലോ കണക്കിലെടുക്കാതെയാണ് മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ പ്രതാപന് വേണ്ടിയുള്ള ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ചൂണ്ടലിൽ അധ്യാപക സംഘടനാ പ്രവർത്തകരാണ് ചുവരെഴുത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് വിവരം. എളവള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ചുവരെഴുത്ത് നടന്നത്. പ്രവർത്തകരുടെ വികാരവും ആവേശവുമാണ് ചുവരെഴുത്തിലൂടെ പ്രതിഫലിക്കുന്നത്. അതേസമയം സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്നതിന് മുൻപായി ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടതിനോട് പ്രതാപന് യോജിപ്പില്ല. പാർട്ടി ആവശ്യപ്പെട്ടാൽ വീണ്ടും മത്സരിക്കുമെന്നതാണ് പ്രതാപന്റെ നിലപാട്. CCTV ന്യൂസ്, കേച്ചേരി. ചങ്ങരംകുളം കണ്ണേങ്കാവ് ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. അമ്പലത്തിലേക്ക് കയറ്റുന്നതിനിടയിലാണ് ആന ഇടഞ്ഞത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ആനയെ പിന്നീട് തളച്ചു. അറിവുകൾ പൊതുനന്മയ്ക്കും നാടിന്റെ വികസനത്തിനുമായി ഉപയോഗപ്പെടുത്തണമെന്ന് മീഡിയ വൺ എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രമോദ് രാമൻ. സംസ്ഥാനത്തെ ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ബദനി സ്കൂളിൽ നടന്നുവന്നിരുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബെത്ക്ലേവിന്റെ സമാപന ദിനത്തിൽ ഭാവി ഇന്ത്യ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രമോദ് രാമൻ. വിവരവൈജ്ഞാനിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടക്കുന്നതിനൊപ്പം വെല്ലുവിളികളും വർദ്ധിക്കുന്നുണ്ട്. ഡീപ് ഫേക്ക്, ChatGPT എന്നീ സാധ്യതകളെ ദുരുപയോഗം ചെയ്യുന്നത് ടെക്നോളജിക്കൽ വാറിനൊപ്പം വലിയ രീതിയിലുള്ള ഭയാശങ്കയുമാണെന്നും പ്രമോദ് രാമൻ പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിടുന്ന കാലത്ത് മാധ്യമപ്രവർത്തനവും അത്യന്തം അപകടകരമായ സ്ഥിതിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഭരണഘടന പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് നമ്മുടെ സാമൂഹിക ഇടപെടലുകൾ നല്ല രീതിയിലാണെങ്കിലും ചോദ്യം ചെയ്യപ്പെടാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പലതരത്തിലുള്ള സാധ്യതകളാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന നമ്മുടെ തന്നെ ഭരണഘടനാപരമായ
വളരെ ആത്യന്തികമായ ഒരു അവകാശത്തെ ചൊല്ലി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുമ്പോൾ വളരെ ലളിതമായി നമുക്കത് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ അതിൻ്റെ ലാളിത്യത്തിൽ നിന്ന് അത് വളരെ വളരെ വലിയ സങ്കീർണതകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടനാപരമായ വ്യവസ്ഥകൾ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ.ഐ.സി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് ഒ.ഐ.സി, ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ പ്രിൻസിപ്പാൾ പ്രൊഫസർ CL ജോഷി, ബദനി വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു. സെമിനാറിൽ വിദ്യാഭ്യാസം, വിവരസാങ്കേതികവിദ്യ, മാധ്യമങ്ങൾ, കൃഷി, കലാസാഹിത്യം എന്നീ വിഷയങ്ങളിൽ പ്രതിപാദിച്ചുകൊണ്ട് സംസ്കൃതം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ MV നാരായണൻ, കുസാറ്റ് IT ഡയറക്ടർ ഡോക്ടർ ശശിദേവൻ, മുൻ കർഷകശ്രീ അവാർഡ് ജേതാവ് P ഭുവനേശ്വരി, എഴുത്തുകാരനും മുൻ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ അരുൺ എഴുത്തച്ഛൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ വിദ്യാഭ്യാസ പഠനരീതികൾ പരിചയപ്പെടുത്തുക, വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് സമൂഹത്തിന്റെ ഭാഗമാകുന്ന വിദ്യാർത്ഥികളിൽ പൊതുസമൂഹത്തെയും വിവിധ സാമൂഹിക വിഭാഗങ്ങളെയും സാമൂഹ്യനീതിയെക്കുറിച്ചുമെല്ലാം അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നടന്നുവരുന്ന ബദ്ക്ലേവിനാണ് സമാപനമായത്. സെമിനാർ, കായിക മത്സരങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഡിജിറ്റൽ ഫെസ്റ്റ്, വെബിനാർ, എക്സിബിഷൻ, വിദ്യാഭ്യാസ എക്സ്പോ എന്നിവയും ബദ്ക്ലേവിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. CCTV ന്യൂസ്, കുന്നംകുളം. ബദ്ക്ലേവ് വിദ്യാഭ്യാസ സംഗമത്തിൽ സംഘടിപ്പിച്ച സർവീസ് സെമിനാർ ശ്രദ്ധേയമായി. ബദാനിയ സിവിൽ സർവീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാർ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ബദനി സ്കൂളുകളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ.ഐ.സി അധ്യക്ഷത വഹിച്ചു. അജിത ബീഗം IPS ക്ലാസുകൾ നയിച്ചു. ഫാദർ സജി മേക്കാട്ടുകുളം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. അഡ്വക്കേറ്റ് ഫാദർ DJ ആൽവിൻ, ബദനി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ്, ബദാനിയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ CL ജോഷി, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് എന്നിവർ സംബന്ധിച്ചു. I finished college, പിന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു വർഷം ഇതാണ് സിലബസ്. ഈ സിലബസ് ഞാൻ കവർ ചെയ്യണമെങ്കിൽ ഓരോ ദിവസം എത്ര ഞാൻ പഠിക്കണം, ഒരു മാസം എത്ര കംപ്ലീറ്റ് ചെയ്യണം, 2 മാസത്തിൽ എത്ര കംപ്ലീറ്റ് ചെയ്യണം, 3 മന്ത്സിൽ എങ്ങനെ, അങ്ങനെ ഡേ ബൈ ഡേ, ഹവർ ബൈ ഹവർ, എവ്രി അവർ എവ്രി ഡേയുടെ പ്ലാൻ ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ദി എവ്രിബഡി ഹു പ്രിപ്പയർസ് ഫോർ സിവിൽ സർവീസ് എക്സാം, ദേ ഹാവ് എ വെരി കോൺക്രീറ്റ് പ്ലാൻ ടു ക്രാക്ക് ദ എക്സാം. ബലാത്സംഗ കേസിൽ പ്രതിക്ക് 22 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും ശിക്ഷ. അർദ്ധരാത്രി വീട്ടിൽ അതിക്രമിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ യുവാവിനെ 22 വർഷം കഠിന തടവിനും 1,10,000 രൂപ പിഴയും കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷ വിധിച്ചു. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ ദേശത്ത് വലിയകത്ത് വീട്ടിൽ സാധിക്കിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ട് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് S. ലിഷ 22 വർഷം കഠിന തടവിനും 1,10,000 രൂപ പിഴ അടയ്ക്കാനും വിധിച്ചത്. പിഴ സംഖ്യയിൽ 1,00,000 രൂപ ഇരയ്ക്ക് നൽകുന്നതിനും കോടതി ഉത്തരവിട്ടു. 2018 ഏപ്രിൽ മാസമാണ് കേസിനാസ്പദമായ സംഭവം. യുവതിയുടെ കയ്യിൽ നിന്നും പണയം വയ്ക്കാൻ വാങ്ങിയ കൈചെയിൻ തിരികെ നൽകാനാണെന്ന വ്യാജേന രാത്രിയിൽ ജനൽപ്പാളിയിൽ തട്ടിവിളിച്ചുണർത്തുകയും വാതിൽ തുറന്നില്ലെങ്കിൽ യുവതി വിളിച്ചിട്ടാണ് വന്നതെന്ന് നാട്ടുകാരോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ബലാത്സംഗം ചെയ്തത് എന്നാണ് കേസ്. കേസിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ E. ബാലകൃഷ്ണൻ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയും പിന്നീട് സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് കുമാർ കൂടുതൽ അന്വേഷണം നടത്തുകയുമായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K. S. ബിനോയ് ഹാജരായി. അഡ്വക്കേറ്റ് രഞ്ജിക, K. ചന്ദ്രൻ, അനുഷ എന്നിവർ സഹായികളായി. പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനു വേണ്ടി ഗുരുവായൂർ സ്റ്റേഷനിലെ സീനിയർ CPO TK ഷിജു ഹാജരായി. CCTV ന്യൂസ്, കുന്നംകുളം. പുതുച്ചേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഡോക്ടർക്ക് പരിക്ക്. പുതുച്ചേരി സെന്ററിൽ വെള്ളിയാഴ്ച രാവിലെ 7:30 ഉണ്ടായ അപകടത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ അനിലിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ദിശയിലേക്ക് വരികയായിരുന്ന ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. ഇന്നോവ നിയന്ത്രണം വിട്ട ഡോക്ടറുടെ കാറിൽ വന്നിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇന്നോവയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രികർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. 2 കാറുകളും നേർക്കുനേർ ഇടിച്ചതിനെ തുടർന്ന് ഡോക്ടറുടെ കാറിലെ 2 എയർബാഗുകളും തകർന്നു. അപകടത്തെ തുടർന്ന് അല്പസമയം മേഖലയിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. സർ CP-യേക്കാൾ ക്രൂരനായ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ആരോപിച്ചു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് V. ബലറാമിന്റെ 4ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VM സുധീരൻ. ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസം കൂടാതെ ആ
സഭയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുടെയും ഒരു സ്നേഹ ബഹുമാനങ്ങൾ ആർജിക്കാൻ ശ്രീ ബൽറാമിന് സാധിച്ചിരുന്നു. എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന നരേന്ദ്രമോദിയുടെ അതേ ശൈലി തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന്റേതും. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് കോൺഗ്രസ് പ്രവർത്തകർ സജ്ജമാവേണ്ടിയിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വി ബൽറാം സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻ MLA MP വിൻസെന്റ് നിർവഹിച്ചു. ജോസഫ് ചാലിശ്ശേരി, V വേണുഗോപാൽ, MV ഹൈദരാലി, അഡ്വക്കേറ്റ് TS അജിത്, അരവിന്ദൻ പല്ലത്ത, NMK നബീൽ, KP ഉദയൻ, KV സത്താർ, KJ ചാക്കോ, P ഗോപാലൻ, HM നൌഫൽ, PK ഹസൻ, R രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളം തൃശൂർ റോഡിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചെറുപ്പുളശ്ശേരി സ്വദേശി കടമ്പിൽപ്പുറം വീട്ടിൽ 26 വയസ്സുള്ള ഹരിപ്രസാദിനാണ് പരിക്കേറ്റത്. തൃശൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത ബസും കുന്നംകുളത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാലിന് പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചു. സബ് ഇൻസ്പെക്ടർ സുകുമാരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പോർക്കുളം പഞ്ചായത്തിലെ 6ാം വാർഡ് കോങ്ങണൂരിലെ ഒരുവന്നൂർ മന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടിരുന്ന മേഖലയിലെ 70ഓളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ശുദ്ധജലം ലഭ്യമാക്കുന്നത്. ഒക്കെ പഞ്ചായത്തുകൾ ചുമതലയേറ്റി വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ കൃഷിയുടെ രംഗത്തുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ ജനങ്ങൾ കൂടി പങ്കാളിയായപ്പോൾ ഉണ്ടായ മാറ്റങ്ങളായിട്ട് കാണുക. ഇപ്പോൾ നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ സ്ഥലമെടുക്കാനുള്ള അനുമതി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പണമടയ്ക്കാനുള്ള കത്ത് പറഞ്ഞു വന്നിട്ടുണ്ട്, ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാർച്ചിന് മുമ്പായിട്ട് അതിൻ്റെ പണമായിട്ട് അടച്ച് ആ സ്ഥലം ഏറ്റെടുത്ത് നിങ്ങളുടെ പഞ്ചായത്തിന് കൂടി വരുമാനദായകമായ പോർക്കുളം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പ്ലാൻ ഫണ്ടും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും ഉൾപ്പെടെ 18,92,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. പോർക്കുളം, ചൊവ്വന്നൂർ പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്ന കലശമല ഇക്കോ ടൂറിസ്റ്റ് മേഖലയിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നടപടി പൂർത്തിയായിട്ടുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ബാലൻ, ശാരിക സുനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, മറ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർ KA ജ്യോതിഷ് സ്വാഗതവും ഗുണഭോക്തൃ കമ്മിറ്റി കൺവീനർ ഡിക്സൺ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കുറുവന്നൂർ സ്വദേശി ചീനക്കൽ വളപ്പിൽ 39 വയസ്സുള്ള സതീഷിനാണ് പരിക്കേറ്റത്. പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ സതീഷിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി DYFI നേതൃത്വത്തിൽ ശനിയാഴ്ച മനുഷ്യച്ചങ്ങല തീർക്കും. 70 കിലോമീറ്റർ ദൂരത്തിലാണ് ജില്ലയിൽ ചങ്ങല തീർക്കുക. മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി 18 കേന്ദ്രങ്ങളിൽ പൊതുയോഗം സംഘടിപ്പിക്കും. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനും എതിരായാണ് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ജില്ലയിൽ ചെറുതുരുത്തി പാലം മുതൽ വടക്കാഞ്ചേരി, തൃശൂർ, ഒല്ലൂർ, കൊടകര വഴി ചാലക്കുടി, കൊരട്ടിപ്പൊങ്ങം വരെ 70 കിലോമീറ്റർ ദൂരത്തിലാണ് 2 ലക്ഷത്തോളം പേർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാവുക. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കായിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചങ്ങലയിൽ കണ്ണികളാകാൻ ശനിയാഴ്ച പകൽ 3:30 നിശ്ചയിച്ച കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. വൈകിട്ട് 4:30 ട്രയലിന് ശേഷം 5-നാണ് ചങ്ങല തീർക്കുക. 18 കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങൾ ചേരും. തൃശൂർ കോർപ്പറേഷന് മുമ്പിൽ ചേരുന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്യും. കവി K സച്ചിദാനന്ദൻ, LDF കൺവീനർ KV അബ്ദുൽ ഖാദർ, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുക്കും. നിയമന നിരോധനത്തിനും റെയിൽവേ യാത്രാ ദുരിതത്തിനും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനുമെതിരായി DYFIയുടെ നേതൃത്വത്തിൽ ജനുവരി മാസം 20-ാം തീയതി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ അണിനിരത്തിക്കൊണ്ട് മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. അതിൻ്റെ പ്രചരണാർത്ഥമുള്ള കാൽനട പ്രചരണ ജാഥകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കപ്പെട്ടു വരികയാണ്. ഈ പരിപാടി കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ താക്കീതായി രാജ്യം കേൾക്കുമാർ ഉച്ചത്തിലുള്ള പ്രക്ഷോഭമായി
നമ്മുടെ നാടിനകത്ത് മാറാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലാതിർത്തിയായ ചെറുതുരുത്തിയിൽ ജില്ലാ സെക്രട്ടറി വി.പി. ശരത് പ്രസാദ് ആദ്യ കണ്ണിയും കൊരട്ടി ചിറങ്ങര പൊങ്ങത്ത് ജില്ലാ പ്രസിഡന്റ് ആർ.എൽ. ശ്രീലാൽ അവസാന കണ്ണിയുമാകും. CCTV ന്യൂസ്, കേച്ചേരി. ഹരിതകർമ്മ സേനാംഗത്തെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ചൂണ്ടൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രകടനത്തിന് ശേഷം കേച്ചേരി സെന്ററിൽ നടന്ന പൊതുയോഗം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P.T. ജോസ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് ഹരിതസേന യൂണിയൻ പ്രസിഡന്റ് പ്രിൻസി അധ്യക്ഷയായി. ഹരിതകർമ്മസേന ജില്ലാ സെക്രട്ടറി സിനി ബാബു, ഏരിയ സെക്രട്ടറി A.A. ഷറഫുദ്ദീൻ, രമ മനോഹരൻ, മല്ലിക രാജൻ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗമായ രൂപയെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് മണലിയിൽ വെച്ച് കുറ്റിക്കാട്ട് വർക്കി, മകൻ റിജോ എന്നിവർ ചേർന്ന് കയ്യേറ്റം ചെയ്തത്. വർക്കിയുടെ വീട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ എത്തിയപ്പോഴായിരുന്നു കയ്യേറ്റം നടന്നത്. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല ആഘോഷം വർണ്ണാഭമായി. നെല്ലുവായ് ദേശവും മുരിങ്ങത്തേരി വിഭാഗവും മുണ്ടൻകോട് വിഭാഗവുമാണ് ഭരണിവേലയുടെ പ്രധാന പങ്കാളികൾ. രാവിലെ 8:30 പാണാട്ടുകാവിൽ നിന്ന് നാദസ്വരത്തോടുകൂടി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലേക്ക് നെല്ലുവായ് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടുകൂടി നടത്തിയ എഴുന്നള്ളിപ്പ് വൈകിട്ട് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. മുരിങ്ങത്തേരി വിഭാഗം രാവിലെ 8-ന് തൂമ്പിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മേളത്തോടുകൂടി പറ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തുടർന്ന് പയ്യന്നൂർ മനയ്ക്കൽ ഇറക്കി എഴുന്നള്ളിപ്പ് നടത്തി. ഉച്ചയ്ക്ക് പയ്യന്നൂർ മനയ്ക്കൽ നിന്ന് പൂരം പുറപ്പാട് നടത്തി. വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. മുണ്ടൻകോട് വിഭാഗം വനദുർഗ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വൈകിട്ട് 6 മണിക്ക് മേളത്തിന്റെ അകമ്പടിയോടെ 10 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പൂർവാചാര വേലകളായ പറയൻവേല, ഹരിജൻവേല, തിറയാട്ടം, കാവടിയാട്ടം, നാടൻ കലാരൂപങ്ങൾ എന്നിവ നടന്നു. നെല്ലുവായ് ഫ്രണ്ട് ഓഫ് സീനിയേഴ്സ് മുല്ലയ്ക്കലിന്റെ തിറയാട്ടം, കുന്നത്തേരി ഓംകാരം കമ്മിറ്റിയുടെ ശിങ്കാരിമേളം, നെല്ലുവായ് തെക്കുമുറി പുരാഘോഷ കമ്മിറ്റിയുടെ ശിങ്കാരിമേളം, മുരിങ്ങത്തേരി പുതുമ കമ്മിറ്റിയുടെ ശിങ്കാരിമേളം, ഫ്രണ്ട്സ് ഓഫ് മുല്ലയ്ക്കൽ കമ്മിറ്റിയുടെ നാദസ്വരം, പതിയാരം ഇളമുറ പുരാഘോഷ കമ്മിറ്റിയുടെ ശിങ്കാരിമേളം, തെയ്യം എന്നിവ ക്ഷേത്രപ്രദക്ഷിണം നടത്തി. കുട്ടഞ്ചേരി വിഭാഗത്തിന്റെ മേജർ സെറ്റ് പഞ്ചവാദ്യം കീഴ്ക്കാവിൽ സമാപിച്ചു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. നെല്ലുവായ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയോടനുബന്ധിച്ച് നാദസ്വരത്തിന്റെ അകമ്പടിയോടെ കാവടിയാട്ടം നടന്നു. മൂന്നാം മുറക്കാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി നെല്ലുവായ് സെന്ററിൽ നിന്ന് ആരംഭിച്ച് രാത്രി 10 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ദണ്ഡായുധപാണി, കടങ്ങോട് കണ്ണൻ കാവടി സംഘത്തിനും കരിയന്നൂർ ബ്രദേഴ്സ് നാദസ്വരത്തിനും നേതൃത്വം നൽകി. വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 3 ദിവസമായി നടക്കുന്ന നവീകരണ കലശത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും തുടക്കമായി. ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. മങ്ങാട് സെന്ററിൽ നിന്നും താലത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് കലവറ നിറയ്ക്കാനുള്ള വിഭവങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. പുതുക്കി പണിത ക്ഷേത്രത്തിന്റെ സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് അശോകൻ വെള്ളക്കട അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം ഊരാളൻ പുന്നത്തൂർ രാജകുടുംബാംഗം സേതുനാഥൻ, ക്ഷേത്രം ശില്പി സുനിൽ ഷൺമുഖത്തിൽ നിന്ന് ക്ഷേത്രത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങി ക്ഷേത്രം ഭഗവാന് സമർപ്പിച്ചു. മുൻ ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് കേശവൻ പൂങ്ങാട്ട്, മുൻ സെക്രട്ടറി ശരവണൻ കരുമാമ്പാറ, ക്ഷേത്രം സെക്രട്ടറി KM പ്രമോദ്, വൈസ് പ്രസിഡന്റ് മുരളി വാഴപ്പുള്ളി, രക്ഷാധികാരി അശോകൻ മൂർത്താട്ടിൽ എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാ കർമ്മത്തോടെ നവീകരണ കലശ ചടങ്ങുകൾ സമാപിക്കും. നിർമ്മാണം പൂർത്തീകരിച്ച അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ യോഗം ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ ഷനോജ്, പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ആലത്തയിൽ മൂസ, പ്രേമ സിദ്ധാർത്ഥൻ, മെമ്പർമാർ, ജില്ലാ രജിസ്ട്രാർ മരിയ ജൂഡി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ MLA NK അക്ബർ രക്ഷാധികാരിയായി 51 അംഗ സ്വാഗത സംഘവും വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം ജനുവരി 27-ന് വൈകിട്ട് 3 മണിക്ക് രജിസ്ട്രേഷൻ ആർക്കിയോളജി വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും.
സർക്കാരിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായി 1.87 കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സബ് രജിസ്ട്രാർ ഓഫീസിന് കെട്ടിടം നിർമ്മിച്ചത്. മുൻ MLA KV അബ്ദുൽ ഖാദറിന്റെയും നിലവിലെ MLA NK അക്ബറിന്റെയും ഇടപെടലുകളുടെ ഫലമായാണ് കെട്ടിട നിർമ്മാണത്തിന് തുക ലഭ്യമായത്. 530 ചതുരശ്ര മീറ്ററിൽ 2 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. താഴത്തെ നിലയിൽ സബ് രജിസ്ട്രാർ ഓഫീസ് റൂം, ലൈബ്രറി, ഓഡിറ്റ് റൂം, ഡൈനിംഗ് ഹാൾ, വെയിറ്റിംഗ് ഏരിയ, 4 ടോയ്ലറ്റുകളും 1 ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റും മുകളിലത്തെ നിലയിൽ റെക്കോർഡ് റൂമുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല. 1885 ഏപ്രിൽ 1 അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രതിവർഷം ശരാശരി 9,000-ലധികം ബാധ്യതാ സർട്ടിഫിക്കറ്റുകളും 4,000-ലധികം ആധാര പകർപ്പുകളും 3,000-ലധികം ആധാരങ്ങളും വരുന്ന ഓഫീസാണിത്. ഓഫീസ് ഫയലുകളും സൂക്ഷിക്കാനുള്ള സ്ഥല സൗകര്യവും പരിമിതമായിരുന്നു. കാലപ്പഴക്കത്താൽ കെട്ടിടത്തിന്റെ ചുവരുകൾക്ക് വിള്ളലും സംഭവിച്ചിരുന്നു. പുന്നയൂർകുളം, പുന്നയൂർ, വടക്കേക്കാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട കടിക്കാട്, പുന്നയൂർ, വടക്കേക്കാട്, വയലത്തൂർ, എടക്കഴിയൂർ എന്നീ 6 വില്ലേജുകളിലെ ഗുണഭോക്താക്കൾ അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നവരാണ്. കെട്ടിടത്തിന് 4 വർഷം മുൻപ് കിഫ്ബി 1.30 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നെങ്കിലും ഇവിടെ മണൽ പ്രദേശമായതിനാൽ പൈലിംഗ് നടത്തണമെന്ന നിർദ്ദേശം വന്നു. ഇതിന് എസ്റ്റിമേറ്റിൽ തുക ഇല്ലാത്തതിനാൽ ആദ്യഘട്ടത്തിൽ തന്നെ പണി നിർത്തിവെച്ചു. പിന്നീട് കൂടുതൽ തുക അനുവദിക്കാൻ 2 വർഷം വേണ്ടിവന്നു. ഒടുവിൽ 2022 നവംബർ 5 വീണ്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ചുറ്റുമതിലോടുകൂടി മുറ്റം ഇന്റർലോക്ക് കട്ടവിരിച്ചാണ് ആധുനിക രീതിയിൽ സൗകര്യത്തോടെ അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസ് പ്രാവർത്തികമാകുന്നത്. CCTV ന്യൂസ്, പുന്നയൂർകുളം. ക്രിയേറ്റീവ് റൈറ്റിംഗിനുള്ള ദുബായ് ഹംദാൻ 2023 അവാർഡിന് പെരുമ്പിലാവ് സ്വദേശി ഹാഫിദ് അർഹനായി. UAE മികവേറിയ വിദ്യാർത്ഥികൾക്കുള്ള ഹംദാൻ അവാർഡാണ് ഹാഫിദിന് ലഭിച്ചത്. 2 പുസ്തകങ്ങളുടെ രചന നിർവഹിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന നിലയിലും സമീപകാല കവിതാ സമാഹാരമായ സ്പീക്കപ്പ് DIA എന്ന പുസ്തകം വളർന്നുവരുന്ന രചയിതാക്കളെ സഹായിക്കുന്നതിന് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷനുകൾ മെന്ററിംഗ് വഴി വികസിപ്പിച്ചു എന്നിവ പരിഗണിച്ചാണ് അവാർഡ്. മാർച്ചിൽ ദുബായിൽ നടക്കുന്ന പൊതുചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. സർട്ടിഫിക്കറ്റും 30,000 ദിർഹം ക്യാഷ് പ്രൈസും സമ്മാനിക്കുമെന്ന് അവാർഡ് കമ്മിറ്റി വ്യക്തമാക്കി. 15 വയസ്സ് മാത്രം പ്രായമായ ഹാഫിദ് ദുബായ് ഇന്റർനാഷണൽ അക്കാദമിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് സ്വദേശി എലേടത്ത് ഫൈസൽ സബിത ദമ്പതികളുടെ മകനാണ്. പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കോ മുഹമ്മദിന്റെ പൗത്രനുമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശരീര സൗന്ദര്യ മത്സരത്തിൽ തുടർച്ചയായി 4ാം തവണയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് കിരീടം ചൂടി. വളാഞ്ചേരി MES കോളേജിൽ നടന്ന ഇന്റർ കോളേജിയറ്റ് ചാമ്പ്യൻഷിപ്പിലാണ് ശ്രീകൃഷ്ണ കോളേജ് തുടർച്ചയായി 4ാം തവണയും വിജയകിരീടം സ്വന്തമാക്കിയത്. 8 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 5 വിഭാഗത്തിൽ സ്വർണവും 1 വെങ്കലവും നേടിയാണ് ശ്രീകൃഷ്ണ കോളേജ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത 60ഓളം കോളേജുകളെ പിന്നിലാക്കി കിരീടം ചൂടിയത്. വിജയികൾ: സ്വർണം 60 കിലോ വിഭാഗത്തിൽ BA ഫംഗ്ഷണൽ ഇംഗ്ലീഷ് 1ാം വർഷ വിദ്യാർത്ഥി വിജിത്ത് വിശ്വനാഥ്, 70 കിലോ വിഭാഗത്തിൽ BA ഇംഗ്ലീഷ് 3ാം വർഷ വിദ്യാർത്ഥി അമീർ അലി, 80 കിലോ വിഭാഗത്തിൽ BA ഇംഗ്ലീഷ് 1ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് സതീഷ്, 85 കിലോ വിഭാഗത്തിൽ 1ാം വർഷ BCom വിദ്യാർത്ഥി മുഹമ്മദ് P, 90 കിലോ വിഭാഗത്തിൽ 1ാം വർഷ BA ചരിത്ര വിദ്യാർത്ഥി TK ഷാനിഫ്, 70 കിലോ വിഭാഗത്തിൽ 2ാം വർഷ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥി KS ഹരികൃഷ്ണൻ വെങ്കല മെഡലും നേടി. സ്വർണം നേടിയ 5 താരങ്ങളും ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്ക് അർഹത നേടി. ഇന്ത്യൻ നേവിയിലെ സനീഷ് സഹദേവനാണ് താരങ്ങളെ പരിശീലിപ്പിച്ചത്. കോളേജിലെ കായിക അധ്യാപകനായ ഡോക്ടർ KS ഹരിദയാൽ മാനേജറായും പ്രവർത്തിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കരിയന്നൂർ മാങ്ങാട്ടുഞ്ഞാലിൽ വാസുദേവന്റെ ഭാര്യ സുമയ്ക്ക് വടക്കാഞ്ചേരി സംഘം ഗ്ലോബൽ കമ്മിറ്റി ധനസഹായം നൽകി. സുമയ്ക്ക് കരൾ മാറ്റിവെക്കുന്നതിന് 50 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, വാർഡ് മെമ്പർ സതി മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തിവരുന്നുണ്ട്. ധനസഹായം കൈമാറുന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി സംഘം ഗ്ലോബൽ കമ്മിറ്റി ഭാരവാഹികളായ BN ബാബു, ചന്ദ്രപ്രകാശ് ഇടവന, കൃഷ്ണദാസ് തേറുപറമ്പിൽ, പഞ്ചായത്ത് മെമ്പർ സതി മണികണ്ഠൻ, ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ NK കബീർ, കുഞ്ഞുമോൻ കരിയന്നൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനുവരി 20 DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി മങ്ങാട് തോട്ടുപാലം സെന്ററിൽ സ്ഥാപിച്ച ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ബോർഡ് നശിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്ന് DYFI എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് MV വിനീത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത, മേഖലാ സെക്രട്ടറി NM മിഥുൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ KP അഖിൽ, ഷിജിത് ജസ്റ്റിൻ, വർഷ, യദുകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സംയോജിത പച്ചക്കറി കൃഷിയുടെ ഭാഗമായി കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു.
ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് പച്ചക്കറി തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണിശ്ശേരി പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, പഞ്ചായത്ത് അംഗങ്ങളായ AA കൃഷ്ണൻ, PK അസീസ്, രാജീവ് വേണു, ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ നമ്പി, ബാങ്ക് സെക്രട്ടറി KJ ബിജു എന്നിവർ സംസാരിച്ചു. ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ C അംബികേശൻ, MB പ്രവീൺ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുളക്, വെണ്ട, വഴുതന, തക്കാളി, പയർ എന്നീ 5 തരം പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്തത്. ചൂണ്ടൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തുകളിലായി 1000-ലധികം വീടുകളിലായി 50,000 തൈകളാണ് വിതരണം ചെയ്യുന്നത്. CCTV ന്യൂസ് കേച്ചേരി. കടങ്ങോട് പഞ്ചായത്ത് പാൽ സംഭരണ വിതരണ യൂണിറ്റിന്റെയും ചാണകം പൊടിച്ച് ജൈവവളമാക്കുന്നതിന്റെയും ഉദ്ഘാടനം പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ, മെമ്പർ മൈമുന ഷബീർ, ക്ഷീരവികസന ഓഫീസർ CJ ജാസ്മിൻ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ PG ഗിനിക തുടങ്ങിയവരും ഗുണഭോക്താക്കളും പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം നേതൃതല കൺവെൻഷൻ വെള്ളറക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഫെബ്രുവരി 4 തൃശൂർ സന്ദർശനവും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാഗ്നി ജാഥയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പൽ അധ്യക്ഷനായി. രമ്യ ഹരിദാസ് MP മുഖ്യപ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, മെമ്പർ പാളയം പ്രദീപ്, DCC ജനറൽ സെക്രട്ടറിമാരായ VK രഘുസ്വാമി, ബിജോയ് ബാബു, ET മാത്യു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ്, മണ്ഡലം പ്രസിഡന്റുമാരായ NK കബീർ, PP യേശുദാസ്, MF മണികണ്ഠൻ, CK ജോൺ, AP ബെന്നി, ബിജു C ബേബി തുടങ്ങിയവർ സംസാരിച്ചു. സമരാഗ്നി എന്ന ജനകീയ പ്രക്ഷോഭയാത്ര കേവലം ഒരു രാഷ്ട്രീയ പരിപാടിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. ഈ സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കുക, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ, പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി ഈ നാടിന് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ, അതിനുവേണ്ടിയുള്ള വലിയ പ്രക്ഷോഭത്തിന്റെ കൊടുങ്കാറ്റാണ് സമരാഗ്നി എന്ന് തിരിച്ചറിയാനും ആ പരിപാടി വിജയിപ്പിക്കാനും നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന കാര്യം. പുന്നേർകുളം നൂറടിത്തോട്ടിലെ ചണ്ടിക്കോരൽ പദ്ധതിയിൽ നിന്ന് പരൂർ ഉപ്പുങ്ങൽ പടവുകളെ ഒഴിവാക്കിയെന്ന് പരാതി. 10 ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ വെട്ടിക്കടവിൽ നിന്ന് തുടങ്ങിയ ചണ്ടിയെടുക്കൽ ചമ്മന്നൂർ ചുള്ളിക്കാരൻ കുന്നിൽ നിർത്തിയെന്നാണ് ആക്ഷേപം. ഇവിടെ നിന്ന് ഉപ്പുങ്ങൽ വരെ 2 കിലോമീറ്റർ ദൂരമെങ്കിലും ഇനിയും ചണ്ടിയെടുക്കേണ്ടതുണ്ട്. തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ചണ്ടിക്കോരൽ ആരംഭിച്ചത്. യന്ത്രം ഉപയോഗിച്ചു കോരിയ ചണ്ടി തോടിന്റെ വശങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പാണ് പ്രവൃത്തി നടത്തിയത്. തോട്ടിൽ ചണ്ടി അടിഞ്ഞതിനാൽ നീരൊഴുക്ക് സാരമായി തടസ്സപ്പെട്ടിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. ഇത് കെട്ടിനിൽക്കുന്നത് മൂലം വെള്ളത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്തതും പ്രശ്നമാണ്. നെല്ലിലെ വൈറസ് ബാധയ്ക്ക് വരെ കാരണമാകുമെന്നും കർഷകർ പറയുന്നു. നൂറടിത്തോട്ടിലെ ചണ്ടി പൂർണ്ണമായി എടുക്കണമെന്നത് കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇടക്കാലത്ത് പടവ് കമ്മിറ്റികൾ സ്വന്തം ചെലവിൽ ചണ്ടി കോരിയിരുന്നു. എന്നാൽ അടുത്ത വർഷം വീണ്ടും അടിഞ്ഞുകൂടും. നൂറടിത്തോടിന്റെ മുഴുവൻ പ്രദേശത്തു നിന്നും ഒരുപോലെ ചണ്ടിയെടുത്താലേ വീണ്ടും ഇത് അടിയുന്നതിന് പരിഹാരമുണ്ടാകൂ. ഇതിന് വലിയ തുക ആവശ്യമായതിനാൽ കമ്മിറ്റികൾക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ പ്രയാസവുമാണ്. വെട്ടിക്കടവ് മുതൽ കരിച്ചാൽ കടവ് വരെ ചണ്ടിയെടുക്കാനാണ് പണം വകയിരുത്തിയത് എന്നും തുക ബാക്കി വന്നപ്പോൾ ചുള്ളിക്കാരൻ കുന്നുവരെ കോരിയെന്നും ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ബാക്കി പ്രദേശത്തെ ചണ്ടി നീക്കൽ പദ്ധതി തയ്യാറാക്കും. CCTV ന്യൂസ് പുന്നയൂർകുളം. പെലക്കാട്ട് പയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രോത്സവം ജനുവരി 22 തിങ്കളാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് KB സോമരാജ്, സെക്രട്ടറി KB മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് PA സജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12 ദേശങ്ങളിൽ നിന്ന് ആനപ്പൂരങ്ങളും 6 ദേശക്കാരുടെ ആനപ്പൂരങ്ങളും തെയ്യം, കാവടി എന്നിവയും ഉണ്ടാകും. ശനി, ഞായർ ദിവസങ്ങളിലായി വിവിധ കലാപരിപാടികളും അരങ്ങേറും. കുന്നംകുളം ബദനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആൻഡ് ലോവർ പ്രൈമറി സ്കൂളിന്റെ 77ാം വാർഷികാഘോഷം നടന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാനേജർ റവറൻ ഫാദർ വർഗീസ് പണ്ടാരംകുടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, HM സ്റ്റാർലിറ്റ്, LP വിഭാഗം പ്രധാന അധ്യാപിക ഷൈനി മാത്യു, KJ ജോബി, ദീപ ദേവസി, പ്രസാദ് പുലിക്കോടൻ, PS ഗ്രിജോ, ഷീബ, ധന്യ സുനിൽ, സ്കൂൾ ലീഡർ H അങ്കിത, ശ്രേയ എന്നിവർ സംസാരിച്ചു. വിരമിച്ച ഗണിത അധ്യാപകരായ പോൾ മാസ്റ്റർ, റോസ്ലിൻ പോൾ എന്നിവരുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ ഗണിതപ്രഭ അവാർഡിന് ഗണിത അധ്യാപിക പ്രിൻസി പീറ്റർ, അഭിയ ഫ്രാൻസിസ്, ഏഞ്ചലിൻ പ്രിൻസൺ എന്നിവർ അർഹരായി. ട്രോഫിയും 10,000 രൂപയുടെ ഗണിത പുസ്തകങ്ങളും 3,000 രൂപയും അടങ്ങുന്നതാണ് ഗണിതപ്രഭ അവാർഡ്.
സംസ്ഥാന ജില്ലാ ഗണിതശാസ്ത്ര മത്സരങ്ങളിലും BCGHS മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്നു. പൊതുയോഗത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCTV ന്യൂസ് കുന്നംകുളം. PPC മിഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ മിഷൻ എക്സ്പോ 2024 22, 23, 24, 25 തീയതികളിൽ കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് രാവിലെ 10:30 ആരംഭിക്കുന്ന ശുശ്രൂഷ 25-ാം തീയതി വൈകിട്ട് 9 മണിയോടെ സമാപിക്കും. രാവിലെ 10:30 ബൈബിൾ ക്ലാസും വൈകിട്ട് 6 മണിക്ക് പൊതു മീറ്റിംഗുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാത്രി പ്രാർത്ഥന, മിഷണറി മീറ്റിംഗ്, മിഷൻ സ്റ്റാളുകൾ എന്നിവയുണ്ടാകും. സൗജന്യ ക്രിസ്തീയ പഠന പുസ്തകങ്ങളും വിവിധ ക്രിസ്തീയ പത്രങ്ങളും ബൈബിൾ കൈയെഴുത്ത് പ്രതികളും മിഷൻ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. പാസ്റ്റർ അനിൽ കുടിത്തോട്ടം, പാസ്റ്റർ ഷമീർ കൊല്ലം, റവറന്റ് ഫാദർ PP തോമസ്, പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം, സിസ്റ്റർ ഡെയ്സി കോട്ടയ്ക്കൽ എന്നിവരാണ് മുഖ്യപ്രാസംഗികർ. വിവിധ സഭകളിലെ അച്ഛന്മാർ, പാസ്റ്റർമാർ, സുവിശേഷകർ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. താമസ സൗകര്യം ആവശ്യമുള്ളവർ മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ ക്രമീകരിക്കുന്നതാണെന്ന് ഭാരവാഹികളായ സംഘടനാ ജനറൽ സെക്രട്ടറി ഷാജു K. ജോസ്, ട്രഷറർ ബാബു KV, ഡെയ്സൺ IV എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോർക്കുളം പഞ്ചായത്ത് 8-ാം വാർഡ് ഫിനിക്സ് ഓക്സിലറി ഗ്രൂപ്പിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 8-ാം വാർഡിലെ 73-ാം നമ്പർ അങ്കണവാടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുക കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണനിൽ നിന്ന് അങ്കണവാടി അധ്യാപകരും കുട്ടികളും ചേർന്ന ധനസഹായം ഏറ്റുവാങ്ങി. ഫിനിക്സ് ഗ്രൂപ്പ് അംഗങ്ങളായ അനു ജോജി, പ്രജിത രഞ്ജിത്ത്, സുമിഷ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ 8-ാം വാർഡ് ബാലസഭാംഗങ്ങളെയും അമ്മമാരെയും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ ക്രിസ്മസ് കരോളിൽ നിന്നാണ് തുക സമാഹരിച്ചത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജിഷ ശശി, വാർഡ് മെമ്പർ PC കുഞ്ഞൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നാളികേര കർഷകർക്ക് നല്ല വിലയും ജനത്തിന് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള വെളിച്ചെണ്ണയും നൽകി നാരായണേട്ടൻ. പെരുമ്പിലാവ് ആൽത്തറ ലൈഫ് കെയർ ഓയിൽ മിൽ ഉടമയായ നാരായണൻ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് വെളിച്ചെണ്ണ ഉൽപാദന വിതരണ മേഖലയിൽ സജീവമാകുന്നത്. മായം കലർന്ന രാസവസ്തുക്കളുടെ അതിപ്രസരമുള്ള പലതരം വെളിച്ചെണ്ണകൾ വിപണിയിൽ സജീവമാകുന്ന കാലത്ത് ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സ്വന്തം മില്ലിൽ സുതാര്യമായി സംശുദ്ധമായി വെളിച്ചെണ്ണ നിർമ്മിച്ചാണ് നാരായണൻ ശ്രദ്ധേയനാകുന്നത്. ഗുണമേന്മയുള്ള നാളികേരം കർഷകരിൽ നിന്ന് ഉയർന്ന നിരക്ക് നൽകി തന്നെ നേരിട്ട് ശേഖരിച്ച് ശരിയായ വെയിൽ കൊള്ളാതെ ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫംഗസ്, പൂപ്പൽ എന്നിവ വരാതെ നൂതന മാർഗമായ ഇലക്ട്രിക് ഡയറിൽ ഉണക്കി കൊപ്ര തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പൊടിപടലങ്ങൾ ഉൾപ്പെടാതിരിക്കാനും വൃത്തിയോടെ സംസ്കരിക്കാനുമാണ് ഡ്രയർ സഹായത്തിൽ കൊപ്ര തയ്യാറാക്കുന്നത്. പിന്നീട് അത് പോഷകാംശങ്ങളും വിറ്റാമിനുകളും നഷ്ടപ്പെടാതെ കോൾഡ് പ്രസ് മെഷീനിൽ ആട്ടിയെടുത്ത് ഗുണമേന്മയുള്ള വെളിച്ചെണ്ണയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ വിധം നിർമ്മാണത്തിലെ എല്ലാ ഘട്ടത്തിലും സംശുദ്ധിയോടെ ഗുണമേന്മയോടെ തയ്യാറാക്കുന്നതിനാൽ ലൈഫ് കെയർ വെളിച്ചെണ്ണ എന്ന പേര് അന്വർത്ഥമാക്കാൻ സാധിക്കുന്നുണ്ടെന്നും ഉപയോഗിച്ചു നോക്കിയവർ നല്ല അഭിപ്രായത്തോടെയാണ് വീണ്ടും തേടി വരുന്നതെന്നും K. നാരായണൻ പറഞ്ഞു. സംശുദ്ധമായ മായം കലരാത്ത, കെമിക്കലുകൾ ചേരാത്ത വെളിച്ചെണ്ണ എത്തിക്കുക എന്നുള്ള സതുദ്ദേശത്തോടുകൂടി തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത്. PMFME പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നല്ല ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക, നല്ല വെളിച്ചെണ്ണ എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണ മായം കലർന്നതും കെമിക്കലുകൾ ചേർന്നതും ഒക്കെയാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. അതിനെ മറികടന്ന് സുതാര്യതയോടുകൂടി ആർക്കും വന്ന് കാണാവുന്ന തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ വെച്ച് തയ്യാറാക്കുന്നതാണ്. ഇതിന് ലൈഫ് കെയർ എന്ന് പേര് ഇട്ടതിൻ്റെ ഉദ്ദേശം കൂടി അതുതന്നെയാണ്. MLA-മാരായിരുന്ന ബാബു M. പാലിശ്ശേരി, U. പ്രദീപ് എന്നിവരുടെ PA ആയി 15 വർഷത്തോളം പ്രവർത്തിച്ച നാരായണന് ഇപ്പോൾ ആരംഭിച്ച വെളിച്ചെണ്ണ വിതരണം ആദ്യഘട്ടത്തിൽ ലാഭകരമാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ശുദ്ധമായ വെളിച്ചെണ്ണ ജനത്തിന് നൽകാൻ സാധിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. പുന്നേർകുളം പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര, പുന്നേർകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ആലത്തയിൽ മൂസ, പ്രേമ സിദ്ധാർത്ഥൻ, ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ഭരണസമിതി രൂപീകരിച്ചതിനു ശേഷം പുന്നേർകുളം പഞ്ചായത്തിൽ 700ഓളം കട്ടിലുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. 4,95,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി ദിവ്യബലിക്കും ലതീഞ്ഞിനും നൊവേനയ്ക്കും ശേഷം ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു.
തിരുനാളിന് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്തനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 6:30 ചാഴൂർ ഇടവക വികാരി ഫാദർ സാജൻ വടക്കൻ കാർമ്മികനായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടക്കും. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ചയും ഉണ്ടാകും. ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15 വികാരി ഫാദർ നിബിൻ തളിയത്ത് കാർമ്മികനായി ദിവ്യബലിയും 9:30 ആഘോഷമായ പാട്ടുകുർബാനയും നടക്കും. ഫാദർ ജോമോൻ ഇമ്മട്ടി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ നിമിൻ തളിയത്ത് സഹകാർമ്മികനാകും. ഫാദർ വിൽജോ നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും. രാത്രി 9:20 മുതൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് മേളം അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ നിബിൻ തളിയത്ത്, കൈക്കാരന്മാരായ KP വിൻസെന്റ്, KP ലാസർ, TV ജോഷി, ജനറൽ കൺവീനർ KT ജോബ് എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് സന്ദേശ റാലിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ ഫ്ളാഗ് ഓഫ് ചെയ്തു. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാർ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. സന്ദേശ റാലിയിൽ സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KF ബാബു, പാലിയേറ്റീവ് നഴ്സ് റിജോ ജോസ്, ഫിസിയോതെറാപ്പിസ്റ്റ് സച്ചിൻ ബെൻവെട്ടത്ത്, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ M ബിജീഷ്, അധ്യാപിക NL ലീജ എന്നിവർ പങ്കെടുത്തു. വാഗ കാർത്തിയാനി ക്ഷേത്രത്തിലെ കാർത്തിക ഉത്സവം ശനിയാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 4 മണിക്ക് നട തുറക്കലിനെ തുടർന്ന് നിർമ്മാല്യ ദർശനം, അഭിഷേകം, മലർനിവേദ്യം, ഉച്ചപൂജ, കലശം, നവകം, പഞ്ചഗവ്യം എന്നീ ചടങ്ങുകൾ നടക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മംഗലത്ത് മനയിൽ അനിൽ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. രാവിലെ 11 മണി മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദകൂട്ടം ഒരുക്കിയിട്ടുണ്ട്. 16-ാം തീയതി മുതൽ കാർത്തിക ഉത്സവത്തിന്റെ ഭാഗമായി ഗാനമേള, നാടകം തുടങ്ങി പ്രാദേശിക കലാപരിപാടികൾ അരങ്ങേറിയിരുന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാർത്തിക ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ പൂരം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. പ്രമുഖ മേള പ്രമാണിമാർ പങ്കെടുക്കുന്ന നടപ്പുര പഞ്ചവാദ്യവും മേളവും ഉണ്ടാകും. 5 മണിക്ക് ഗുരുവായൂർ ജയപ്രകാശും സംഘവും അണിനിരക്കുന്ന ചെണ്ടമേളവും 6 മണി മുതൽ വിവിധ മേഖലകളിൽ നിന്നുള്ള കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തി സംഗമിക്കും. 6:15 ദീപാരാധനയും തുടർന്ന് കേളി, അത്താഴപൂജ, തായമ്പക, പഞ്ചവാദ്യം എന്നിവയും നടക്കും. പുലർച്ചെ പൂരം എഴുന്നള്ളിപ്പോടെ ഉത്സവത്തിന് സമാപനമാകും. CCTV ന്യൂസ്, കേച്ചേരി. ചൂണ്ടൽ, കുറ്റിപ്പുറം, പെരുമ്പിലാവ്, നിലമ്പൂർ സംസ്ഥാന പാതകളിലെ കുറ്റിക്കാടുകൾ, സൈൻ ബോർഡ് എന്നിവ വൃത്തിയാക്കിയും ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിച്ചും മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ വാരം ആചരിച്ചു. വകുപ്പിന്റെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റ് തൃശൂരും ട്രോമ കെയറും സംയുക്തമായി നടത്തിയ വാരാചരണം തൃശൂർ എൻഫോഴ്സ്മെന്റ് RTO ജെബി ഐ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TM ഷാജി, വടക്കാഞ്ചേരി സ്ക്വാഡ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സനീഷ് BB, ഷോൺ CJ, ട്രോമ കെയർ യൂണിറ്റ് ലീഡർ അബ്ദുൾ വാഹിദ്, പ്രോഗ്രാം ലീഡർ MT അക്ബർ എന്നിവർ നേതൃത്വം നൽകി. വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ ഫാമിലി കോൺഫറൻസ് ജനുവരി 21 ഞായറാഴ്ച ചാവക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ 5 ഘടകങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസിൽ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിൽ നിന്നായി സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട 4000-ഓളം കുടുംബങ്ങൾ പങ്കാളികളാകും. വ്യക്തി, കുടുംബം, സമൂഹം എന്നിവയ്ക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന വർദ്ധിച്ച തോതിലുള്ള ലഹരി ഉപയോഗം, ആത്മീയ തട്ടിപ്പുകൾ, പൌരോഹിത്യ ചൂഷണങ്ങൾ, കുടുംബ ഭദ്രത തകർക്കുന്ന ലിബറലിസ സ്വാതന്ത്ര്യവാദങ്ങൾ, സാമ്പത്തിക ചൂഷണങ്ങൾ, ആത്മഹത്യകൾ, മതേതര ഭാരതം നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകും. ചാവക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിക്കുന്ന സമ്മേളനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് KM ഹൈദരാലി അധ്യക്ഷത വഹിക്കും. TN പ്രതാപൻ MP, NK അക്ബർ MLA എന്നിവർ മുഖ്യാതിഥികളാവും. സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഹാരിസ് ബിൻ സലീം, മുജാഹിദ് ബാലുശ്ശേരി, ശിഹാബ് എടക്കര, സുബൈർ സലഫി, ഷാഫി സബാഹി, അഷ്റഫ് സുലമി, ഹാരിസ് ആറ്റൂർ തുടങ്ങിയവർ വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 21-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് മെഡിക്കൽ ഹെൽപ്പ് ഡെസ്ക്, ബുക്ക് സ്റ്റാൾ തുടങ്ങിയവ സമ്മേളന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് KM ഹൈദരാലി, വൈസ് പ്രസിഡന്റ് CA കാസിം, ജോയിന്റ് സെക്രട്ടറി അൻവർ അബൂബക്കർ, ട്രഷറർ കാസിം ഒരുമനയൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്.
തയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 16ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. അവണൂർ ദേവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം മേൽശാന്തി രഞ്ജിത്ത്, ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ കൈപ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 26-ന് ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിക്കും. വേലൂരിൽ ക്ഷീരഗ്രാമം ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ക്ഷീരവികസന വകുപ്പിന്റെയും പുലിയന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുലിയന്നൂർ ക്ഷീരസംഘത്തിലാണ് ക്ഷീരകർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത്. പുലിയന്നൂർ ക്ഷീരസംഘം പ്രസിഡന്റ് എം വി രവികുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശോഭി ഉദ്ഘാടനം നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ സി ജെ ജാസ്മിൻ വിഷയാവതരണം നടത്തി. ചൊവ്വന്നൂർ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഹീര സുരേഷ് ക്ഷീരഗ്രാമം പദ്ധതി നിർവഹണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സപ്ന റഷീദ്, വേലൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എഫ് ജോയ്, ജോബി ജോൺ, പുലിയന്നൂർ ക്ഷീരസംഘം സെക്രട്ടറി എം നന്ദിനി എന്നിവർ സംസാരിച്ചു. പുന്നേർകുളം ചെറായി ഗവൺമെന്റ് യു പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സ്വാഗത സംഘം രൂപീകരണ യോഗം പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് SHO അമൃതരംഗൻ മുഖ്യാതിഥിയായി. പുന്നേർകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സിദ്ധാർത്ഥൻ, വാർഡ് മെമ്പർ ശോഭ പ്രേമൻ, KH ആബിദ്, PTA പ്രസിഡന്റ് VV താജുദ്ദീൻ, MPTA പ്രസിഡന്റ് ഷഫീന, അസ്ലം അണ്ടത്തോട്, ചന്ദ്രശേഖരൻ പെരിയമ്പലം, സുജിത്ത് ചെറായി, PT പ്രവീൺ പ്രസാദ്, രഘുനാഥ് മാപ്പാല, M റാണ പ്രതാപ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് ദശവാർഷികാഘോഷം നടത്തുന്നത്. 1 മുതൽ 5 വരെ സ്റ്റേജിതര പരിപാടികളും 5 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ സ്റ്റേജിന് പരിപാടികളുമാണ് നടത്തുക. കലാ, സാഹിത്യ, സിനിമ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. സ്കൂൾ പ്രധാന അധ്യാപിക ഇൻചാർജ് മീന പോൾ സ്വാഗതവും ജയകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സ്കൂൾ PTA ജനറൽ ബോഡി യോഗ തീരുമാനപ്രകാരം കുട്ടികളിലൂടെയും രക്ഷിതാക്കളിലൂടെയും കൂപ്പൺ വിതരണം ചെയ്താണ് ശതാബ്ദി ആഘോഷത്തിനായുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. CCTV ന്യൂസ്, പുന്നേർകുളം. കുന്നംകുളം ആനായ്ക്കൽ ശ്രീ തൂന്നിയാങ്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ആദരച്ചടങ്ങ് സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിൽ തുടർച്ചയായി 25 വർഷം ചെണ്ടമേളത്തിന് പ്രമാണിത്വം വഹിച്ച കലാനിധി ഗുരുവായൂർ കലാനിലയം കമൽനാഥന് ക്ഷേത്ര കമ്മിറ്റിയും നടപ്പുര വാദ്യ കമ്മിറ്റിയും ചേർന്ന് ആദരവ് നൽകി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഭരണസമിതിക്ക് വേണ്ടി പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് പൊന്നാടയണിയിച്ചു. മുതിർന്ന കമ്മിറ്റി അംഗം അരവിന്ദൻ ചൂണ്ടപ്പുരയ്ക്കൽ ഉപഹാരം കൈമാറി. സെക്രട്ടറി തിലകൻ തോന്നിയാങ്കാവ്, ഓഡിറ്റർ ശർമ്മരാജ്, സുരേഷ് അയ്യപ്പത്ത്, ക്ഷേത്ര മേൽശാന്തി മുല്ലമംഗലം കൃഷ്ണരാജ്, മനോജ്, ദിനേഷ് ചൂണ്ടപ്പുരയ്ക്കൽ എന്നിവർ സംബന്ധിച്ചു. കലാനിധി ഗുരുവായൂർ കലാനിലയം കമൽനാഥനെയും സംഘത്തെയും നടപ്പുര വാദ്യ കമ്മിറ്റിക്ക് വേണ്ടി ചുള്ളിയിൽ വിശ്വനാഥൻ, ആൻഡോ ആലപ്പാട്ട്, മുരളി തിരുത്തിയിൽ, അമൃത് കുന്നത്ത്, ഗിരീഷ് ആനായിക്കൽ എന്നിവർ ആദരിച്ചു. തുടർന്ന് ചെണ്ടമേളവും അരങ്ങേറി. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധരായ അന്തോണീസിന്റെയും ഔസേ പിതാവിന്റെയും സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 6:30-ന് ഫാദർ ലിബിൻ ചിറയത്ത് കാർമ്മികനായി ലതീഞ്ഞ്, ദിവ്യബലി, നൊവേന, പ്രസിദ്ധി വാഴ്ച എന്നിവ നടക്കും. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വയ്ക്കും. രാത്രി 9:25 മുതൽ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണങ്ങൾ ദേവാലയത്തിലെത്തി സമാപിക്കും. ശേഷം സംയുക്ത വാദ്യം അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:15-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. ഫാദർ നിർമ്മൽ അക്കര പുട്ടിക്കൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ സാജൻ പിണ്ടിയാൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം ഉണ്ടാകും. തുടർന്ന് വർണ്ണമഴയും നടക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ, കൈക്കാരന്മാരായ ജോയ് അറങ്ങാശ്ശേരി, ലിജോ കുണ്ടുകുളം, ജനറൽ കൺവീനർ ബെന്നി ബ്രഹ്മകുളം എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. വടക്കേക്കാട് വട്ടംപാട് അയിനിപ്പുള്ളി ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവം താന്ത്രിക വിധികളോടെ ആഘോഷിച്ചു. കൂറയിടൽ ചടങ്ങ്, ദീപാരാധന, കളംപാട്ട് എന്നിവയുണ്ടായി. ഭരണി ദിവസമായ രാവിലെ കൊടുങ്ങല്ലൂർ കോഴിശ്ശേരി സുനിൽ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ, പന്തീരടി പൂജ, പ്രസാദോട്ട്, വൈകിട്ട് 5-ന് എഴുന്നള്ളിപ്പ്, തുടർന്ന് തിറ, പൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷിണം, വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, തായമ്പക, അടപ്പുഴുങ്ങൽ, പുലർച്ചെ താലം വരവ് എന്നിവയും രാവിലെ മുതൽ വൈകിട്ട് വരെ പറവെപ്പും ഉണ്ടായിരുന്നു.
വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്ര പൂര മഹോത്സവത്തിന്റെ പറപ്പുറപ്പാട് നടന്നു. ജനുവരി 22, 22, 23 തീയതികളിലാണ് പൂരം ആഘോഷിക്കുന്നത്. 20-ാം തീയതി ശനിയാഴ്ച കലാസന്ധ്യ, 21-ന് ആദരസന്ധ്യയിൽ സംഘക്കളി ആചാര്യനും ഫോക്ലോർ അവാർഡ് ജേതാവും മുൻ മേൽശാന്തിയുമായിരുന്ന മൂത്തമന പരമേശ്വരൻ നമ്പൂതിരി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ എന്നിവരെ ആദരിക്കും. തുടർന്ന് ഗാനമേളയും നടക്കും. 22-ന് ദേവസ്വം പൂരം വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ എഴുന്നള്ളിക്കും. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. സന്ധ്യയ്ക്ക് കീഴ്ക്കാവിൽ വേലക്ഷേത്രത്തിലെത്തുകയും തോറ്റം ചൊല്ലി കാവേറും, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവയ്ക്ക് ശേഷം വിവിധ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും. ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, ബാബു കീഴ്വീട്ടിൽ, MGS നായർ തുടങ്ങിയവർ നേതൃത്വം നൽകും. തൃശൂർ ജില്ലാ ബോഡി ബിൽഡിംഗിൽ 2ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MS ഹരികൃഷ്ണനെ PKS പോർക്കുളം മേഖലാ കമ്മിറ്റി ആദരിച്ചു. സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു പൊന്നാടയണിയിച്ചു. PKS ഏരിയ സെക്രട്ടറി CG രഘുനാഥ്, CPM പോർക്കുളം ലോക്കൽ സെക്രട്ടറി PM സോമൻ, ലോക്കൽ കമ്മിറ്റി അംഗം അരവിന്ദാക്ഷൻ, പോർക്കുളം മേഖലാ പ്രസിഡന്റ് വേലായുധൻ, സെക്രട്ടറി ഓമന ബാബു, കമ്മിറ്റി അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5700 രൂപ, പവന് 45,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 77 രൂപ. ചരമം ചൊവ്വല്ലൂർപ്പടി തൈക്കാട് പുലിക്കോട്ടിൽ മമ്മായി പറമ്പിൽ അന്തോണി മകൻ വർഗീസ് നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30 ബ്രഹ്മകുളം സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഷീജ ഭാര്യയാണ്. പ്രഭാമേരി, ക്രിസ്തുദാസ് എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി താമസിക്കുന്ന നെച്ചിക്കൽ ശ്രീധരൻ നായർ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. യശോദ ഭാര്യയാണ്. സുധീർ ബാബു, ദിനേശ് കുമാർ, സുമ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ തിരുവെങ്കിടം ചാത്തനാത്ത് പുലാക്കാട്ട് ഗിരിജകുമാർ എന്ന കുമാരൻ അഹമ്മദാബാദിൽ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം അഹമ്മദാബാദിൽ നടക്കും. ഷീല ഭാര്യയാണ്. പ്രവീൺ മകനാണ്. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലെ ഡോക്ടർ ബൈജുവിന്റെ പിതാവ് അക്കിക്കാവ് ചിറ്റോത്തയിൽ പരേതനായ സെയ്തു മാസ്റ്റർ മകൻ അഷ്റഫ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. കബറടക്കം പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. മെഹർ ഭാര്യയാണ്. ഷൈജു മറ്റൊരു മകനാണ്. പഴഞ്ഞി അയനൂർ കമ്മാളുമുറിയിൽ പരേതനായ മമ്മൂട്ടി മകൻ മുജീബ് നിര്യാതനായി. 48 വയസ്സായിരുന്നു. ഖബറടക്കം അയനൂർ ജുമു മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ആബിദ ഭാര്യയാണ്. അജ്മൽ, അൻസിൽ എന്നിവർ മക്കളാണ്. ചൊവ്വന്നൂർ ചുമ്മാർ കൊച്ചുകുഞ്ഞൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് കുന്നംകുളം നാഗേൽബെറിയിൽ സെമിത്തേരിയിൽ നടക്കും. റോജർ, മിൽക്ക സജി എന്നിവർ മക്കളാണ്. കുന്നംകുളം കുറ്റിപ്പുറത്ത് വീട്ടിൽ പരേതനായ താമി ഭാര്യ കുട്ടിമാളു നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കുന്നംകുളം വാതക ശ്മശാനത്തിൽ നടക്കും. സരള, ഗീത, മുരളീകൃഷ്ണൻ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമോ സ്ഥാനാർത്ഥി നിർണയമോ പൂർത്തിയാകും മുൻപേ TN പ്രതാപനായി ചുവരെഴുത്തുമായി പ്രവർത്തകർ. എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാട്ടുകരയിലും ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ ഓഫീസിന്റെ മതിലിലുമാണ് ചുവരെഴുത്ത് പ്രത്യക്ഷമായിരിക്കുന്നത്. സർ CP-യേക്കാൾ ക്രൂരനായ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. അന്തരിച്ച കോൺഗ്രസ് നേതാവ് V ബൽറാമിന്റെ 4ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഗുരുവായൂരിൽ VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബെത്ക്ലേവ് സമാപിച്ചു. അറിവുകൾ പൊതുനന്മയ്ക്കും നാടിന്റെ വികസനത്തിനുമായി ഉപയോഗപ്പെടുത്തണമെന്ന് മീഡിയ 1 എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രമോദ് രാമൻ. ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യമുയർത്തി DYFI നേതൃത്വത്തിൽ ശനിയാഴ്ച സംസ്ഥാനത്ത് മനുഷ്യച്ചങ്ങല തീർക്കും. 70 കിലോമീറ്റർ ദൂരത്തിലാണ് തൃശൂർ ജില്ലയിൽ ചങ്ങല തീർക്കുക. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.